പരീക്ഷാ രജിസ്ട്രേഷന് ആധാർ കാർഡ് ഹാജരാക്കണമെന്ന CBSE നിർദ്ദേശം UAE രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രാഥമിക തിരിച്ചറിയൽ രേഖയായ ആധാർ നമ്പർ തയ്യാറാക്കാനാണ് ആധാർ കാർഡ് ആവശ്യപ്പെടുന്നത്. പ്രവാസി വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും ആധാർ കാർഡ് ഇല്ല. ഗൾഫിലെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനും CBSE മറുപടി നൽകിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ അക്കാദമിക രേഖകളും കായിക രംഗത്തെ നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന രേഖകളും ഏകീകൃത നമ്പറിന് കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ആബാർ. 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ആബാറിന് കീഴിൽ കൊണ്ടുവരിക. ആബാറിൽ വിദ്യാർത്ഥികളുടെ പേര്, വിലാസം എന്നിവയുടെ ആധികാരികത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആധാർ കാർഡ് ഹാജരാക്കണം. എന്നാൽ ആധാർ കാർഡ് ഇല്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും ഇന്ത്യക്കാരല്ലാത്ത വിദേശി വിദ്യാർത്ഥികളും എന്ത് ചെയ്യുമെന്ന ചോദ്യവുമായി വിവിധ സ്കൂളുകൾ ദുബായിലെ CBSE മേഖലാ ഓഫീസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ അക്കാദമിക വർഷത്തെ 10ാം ക്ലാസ് മുതലുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആധാർ നമ്പർ ആവശ്യമായി വരുന്നതിനാൽ ആദ്യം ആധാർ കാർഡ് വേണം. ഗൾഫിലിരുന്ന് ആധാറിന് അപേക്ഷിക്കാൻ സംവിധാനമില്ല. പരീക്ഷയ്ക്ക് മുമ്പ് ആധാർ കാർഡ് ലഭിക്കണമെങ്കിൽ നാട്ടിൽ പോയി അപേക്ഷ നൽകി കാത്തിരിക്കണം. പ്രവാസി വിദ്യാർത്ഥികൾക്കും വിദേശി വിദ്യാർത്ഥികൾക്കും ഇക്കാര്യത്തിലുള്ള ആശങ്ക പരിഹരിക്കാൻ CBSE മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും.